ഹായ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ ക്രാഫ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റർ എഗ് ആണ്. അപ്പൊ ഈ സിമ്പിൾ പേപ്പർ ക്രാഫ്റ്റ് ഞാൻ യൂസ് ചെയ്തേക്കുന്ന A4 ഷീറ്റും കൊണ്ട്, വൈറ്റ് A4 ഷീറ്റും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ സിമ്പിൾ പേപ്പർ ക്രാഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 4 A4 ഷീറ്റാണ്. അവത്തിൽ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടും. നമുക്കിപ്പോൾ കറക്റ്റായിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടി. ഞാനതെല്ലാം കട്ട് ചെയ്തെടുത്തു. ഒരു A4 ഷീറ്റിൽ നിന്ന് നമുക്ക് 32 പീസസാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഒരു പീസ് ഉണ്ടാക്കി കാണിക്കുവാണ്. നമ്മൾ ഒരു പീസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് താഴെ ഒരു ഫിംഗർ വെച്ചിട്ട് ആ താഴെ ഭാഗം ഒന്ന് റൗണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ എല്ലാ പീസും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ താഴെ ഭാഗം റൗണ്ടാക്കി കൊടുക്കണം. അപ്പം നമ്മൾ എല്ലാ പീസും ഉണ്ടാക്കി കഴിഞ്ഞു. ഈ പീസിനാണ് പറയുന്നത് ഒറിഗമി പീസെന്ന്. അപ്പം നമ്മൾ 2 ഒറിഗമി പീസ് ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഒറിഗമി പീസും കൊണ്ട് അതിൻ്റെ ടെയിലൊന്ന് ലോക്ക് ചെയ്യണം. ഇങ്ങനെ വേണം ലോക്ക് ചെയ്യാൻ. ഇതേ സെയിം പാറ്റേണിൽ വേറൊരു പീസ് അപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ ടെയിൽ ഒന്ന് ലോക്ക് ചെയ്യണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകണം. ഇപ്പം താഴത്തെ ലെയറിൽ 5 പീസ് വന്നു. അതിൻ്റെ മുകളിൽ 4 പീസ് വന്നു. അതിൻ്റെ മുകളിൽ ഇപ്പം 3 പീസ് വന്നു. ഇനി നമ്മളിത് കേർവ് ആക്കിയിട്ട് ലാസ്റ്റ് വരുന്ന 2 ടെയിൽ തമ്മിൽ ലോക്ക് ചെയ്യണം. നമ്മൾ ലാസ്റ്റ് വന്ന 2 ടെയിൽ ലോക്ക് ചെയ്തു. ഇനിയും വരുന്ന ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 ടെയിൽ ഇനിയുള്ള ടെയിൽസ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. ഇനി ബാക്കി കിടന്ന ടെയിൽസ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെയിം പാറ്റേണിൽ മുകളിലുള്ള ടെയിൽസ് എല്ലാം കൂട്ടി യോജിപ്പിക്കണം. ഇങ്ങനെ ആ ലെയർ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ആ ലെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ലെയറാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പം 2 പെറ്റലിൻ്റെ 2 പീസിൻ്റെ ഇടയ്ക്ക് ഒരു പീസ് വെച്ചിട്ട് ആ 2 ടെയിലും സൈഡിൽ 2 ടെയിൽ കാണും. അതിൻ്റെ ഒരു സൈഡും മറ്റേ സൈഡും കൂടെ ലോക്ക് ചെയ്യണം. നമ്മൾ ഇടയ്ക്കൊന്ന് വെച്ചിട്ട് ഒരു സൈഡും മറ്റേ സൈഡും ലോക്ക് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഈ പാറ്റേണിൽ ഈ ലെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് വെച്ചിട്ട് അതിൻ്റെ ടെയിലും മറ്റേൻ്റെ ടെയിലും കൂടെ അങ്ങനെ ആ രീതിയിൽ ആ ലെയർ ഫുള്ള് ലോക്ക് ചെയ്തെടുക്കണം. സെയിം പാറ്റേണിൽ വേണം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആ ലെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേണിൽ 2 ടെയിൽ തമ്മിൽ അടുത്ത ലെയർ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത ലെയർ സെയിം പാറ്റേണിൽ 2 ടെയിൽ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ആ ലെയർ കംപ്ലീറ്റ് ചെയ്യണം. ഇതേ സെയിം പാറ്റേണിലാണ് ഇനിയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ലെയറും ഇതേ സെയിം പാറ്റേണിൽ 2 ടെയിൽ തമ്മിൽ യോജിപ്പിച്ച് ആ ലെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ ഒത്തിരി ലെയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നമ്മൾ കുറേ ലെയേഴ്സ് ഇങ്ങനെ ചെയ്തെടുത്തു. ഇനിയും നമ്മൾ ലെയേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. താഴത്തെ ഹോള് അടയുന്നിടം വരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നമുക്ക് ഹോള് വലുതായിട്ട് കാണാം.
ആ താഴെ കാണുന്ന ഹോള് നമുക്ക് ഏറ്റവും ചെറുതാക്കി എടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി എടുക്കണം. നമ്മളൊരു എഗ് ഷേപ്പ് പോലെ ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാനിത് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഈ ലെയേഴ്സ് നമ്മൾ ഉണ്ടാക്കി എടുക്കണം. ഇപ്പം നമ്മൾ ലാസ്റ്റത്തെ ലെയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലെയറും കൊണ്ട് നമ്മൾ ഈ എഗ്ഗ് കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. ഇനി ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നത് വരെ ബൈ.